നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ചെന്നല്ല ഒരു 3 ഐറ്റംസ് ഞാൻ അധികം പണിതിട്ടുണ്ടായി. അതായത് 3 നെക്ലസ് അധികം പണിതിട്ടുണ്ടായി. അപ്പോൾ അതാണ് ഞാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതൊന്ന് എപ്പോഴാണ് നമ്മൾ വീഡിയോ കാണുന്നത്, ആ വീഡിയോ കാണുന്നത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ, ഓൺലൈനായിട്ട്. അപ്പോൾ ഇത് അധികം വന്ന ഐറ്റംസാണ്. അപ്പോൾ ഞാനിത് എന്തായാലും വെറുതെ ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ടായി. അപ്പോൾ അവർക്കൊക്കെ പണിത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസാണ് കേട്ടത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശിയും പാലക്കയാണ് വന്നിരിക്കുന്നത്. 8 കട്ടയാണ് വൺ സൈഡ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. 1300 രൂപയാണ് കേട്ടോ പ്രൈസ് വന്നിരിക്കുന്നത്. ആദ്യം 1250 ആയിരുന്നു. പക്ഷേ അന്ന് 7 കട്ടയാണ് വെച്ചിട്ടുണ്ടായത്. നമ്മൾ ഇതുണ്ടോ, ഇത് ഈ പാലയ്ക്ക് 7 വെച്ചിട്ട് പ്രാവശ്യം ഒരെണ്ണം അധികം വന്നിട്ടുണ്ട്. 8 വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ 8 ഉണ്ട്. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ. ഓർഡർ ചെയ്ത് അപ്പോൾ തന്നെ പാക്കിങ് ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ അയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ. ഇത് പാലയ്ക്കയും കാശിയാണ്, സെൻറ്ററാണ്. ഇത് 9.5 പിടിയാണ് കേട്ടോ. 9.5 പിടി എന്ന് പറഞ്ഞാൽ 28 ഇഞ്ചാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസ് ഇതിപ്പോൾ നിങ്ങൾക്കിത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പാലക്കയാണ്. അപ്പോൾ പാലക്ക വേണ്ട, മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് വേറെ ഞാൻ പണിത് തരാം. അപ്പോൾ ആ ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിൽ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പതിവ് പോലെ പുറകുവശത്തേക്ക് ഇതാ 3 വരി ഉർവശിയാണ് വന്നിരിക്കുന്നത്. 3 വരി ഉർവശി വന്നിട്ടുണ്ട്. അതിന് തൊട്ട് പുറകിലേക്ക് ഇതാ ബാക്ക് ചെയിനാണ് കേട്ടോ. ബാക്ക് ചെയിനും ബോംബെ കുളത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല അഭിപ്രായം കമൻ്റ് ആയിട്ടൊക്കെ ഒന്ന് എഴുതുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കാശി, പിന്നെ വലിയ ലക്ഷ്മിയാണ് കേട്ടോ. ലോക്കറ്റ് കണ്ടോ, അതിൻ്റെ തൊട്ട് മുകളിൽ പിങ്ക് കല്ലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും നമ്മളിൽ അധികം ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് കൊടുത്തതിന് ബാക്കിയാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് ആർക്കെങ്കിലും ഇപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് അയച്ചു തരും. അല്ലെങ്കിൽ പിന്നെ വീഡിയോ കണ്ടിട്ട് മിനിമം ഒരാഴ്ച 2 ആഴ്ച എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഇപ്പം തന്നെ ഓർഡർ ചെയ്ത് ഇപ്പം തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഓർഡർ ചെയ്ത് അടുത്ത ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 650 രൂപയാണ്. ഷിപ്പിംഗ് ചാർജ് വേറെയും വരും കേട്ടോ. 50 രൂപ ഷിപ്പിംഗ് ചാർജും വരും കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായില്ല, പാലക്കയുടെ കാര്യം പറഞ്ഞിട്ടില്ല. പാലക്കയ്ക്ക് 1300 രൂപയുടെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇത് ഷിപ്പിംഗ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ. 1300 രൂപ മാത്രം നിങ്ങൾ അടച്ചാൽ മതി. ഓക്കെ. ഓൺലൈനിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് അയച്ചു വിടുന്നതാണ് കേട്ടോ. ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് കാണുന്നത് നാഗപടമാണ് കേട്ടോ. നാഗപടമാണ് കാണുന്നത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ 28 ഇഞ്ച്, അതായത് 9 പിടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ പതിവ് പോലെ ഇത് 1300 രൂപ തന്നെയാണ്. ഇത് 8 കട്ടയാണ് വൺ സൈഡ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ, 1 2 3 4 5 6 7 8 ഉണ്ട്. പച്ച കളറാണ് ഇത്. പച്ചല ചുവപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പണിത് തരുന്നതാണ്. ഓക്കെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുന്ന സമയത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. 1300 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. പിന്നെ എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഒന്ന് എഴുതണം. ഗീവ് അവേ ഒക്കെ ഇട്ടിട്ട് അതിനുള്ള ഒരുപാട് ഐറ്റംസ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 ദിവസം നമുക്ക് ഗീവ് അവേ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗീവ് അവേ ആരും സമ്മാനം അർഹമായ ആൾക്കാർക്ക് അത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അയച്ചു വിടാമല്ലോ. അല്ലാണ്ട് പിന്നെ ഈ തിരുവോണത്തിനൊക്കെ ഇത് നമ്മൾ ഈ ഗിവ് അവേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അയച്ചു വിടണമെങ്കിൽ തിരുവോണം കഴിഞ്ഞതിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തിട്ടില്ലാണ് ആർക്കെങ്കിലും കിട്ടുന്ന ആൾക്കാർക്ക്, സമ്മാനം കിട്ടുന്നവർക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ 10 ദിവസം ഗിവ് അവേ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ കമൻറ്റ് ഞാൻ പറഞ്ഞില്ല, കമൻറ്റ് എഴുതിയ ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഗിവ് അവേയിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. എൻ്റെ എല്ലാ വീഡിയോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കും. എല്ലാ വീഡിയോയിലും ഞാൻ ഇരുന്ന് ചെക്ക് ചെയ്ത് നോക്കും ആരൊക്കെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ എല്ലാം ഞാൻ എൻ്റെ പുസ്തകത്തിലെല്ലാം ഓരോ വീഡിയോയിലും, അതായത് ഞാൻ ഇട്ട വീഡിയോസ് നെക്ലസിൻ്റെ ഷോർട്ടല്ല, നെക്ലസിൻ്റെ വീഡിയോസുകളിൽ മാത്രം എല്ലാം ഞാൻ കുത്തിയിരുന്ന് നോക്കും. എല്ലാം അത് ഇരുന്ന് എഴുതി വയ്ക്കുക. ആരൊക്കെയാണ് മെസ്സേജ് അയച്ച ആൾക്കാർ മുഴുവൻ ഓരോ വീഡിയോയിലും എഴുതിയിരിക്കുന്നത്. എല്ലാ വീഡിയോയിലും കമൻറ്റ് ഇട്ടവർക്ക് സമ്മാനം എന്തായാലും ഉറപ്പാണ് കേട്ടോ. ഓക്കെ. പ്രൈസ് അതിന് പ്രത്യേകിച്ച് ഗിവ് അവേ എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർ അത്രയും സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാണ്. ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല, ചിലപ്പോൾ അവർ കാരണം കൊണ്ടായിരിക്കും
കമൻറ്റ് എഴുതാൻ പറ്റാത്തത് എന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആരെയും ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് അത് ചെയ്ത് എല്ലാവരും ഇതേപോലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ആരെങ്കിലും വീഡിയോസിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു കമൻറ്റും ഇല്ല എന്ന് പറയണേക്കാട്ടും നല്ലത് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് സൂപ്പർന്ന് നന്നായിട്ടുണ്ട് എന്ന് എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഇത് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്കുള്ള ഐറ്റംസാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. പാലക്കയാണെങ്കിലും ഈ നാഗപടമാണെന്നുണ്ടെങ്കിലും ഇത് വന്നിരിക്കുന്നത് 650 രൂപയാണ് കേട്ടോ വരുന്നത്. കാശിയാണിത് കണ്ടോ, 5 കാശിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു മോഡൽ ഞാൻ കണ്ടുപിടിച്ചാണ്. ഇത് ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളത് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരെണ്ണം വന്നിരിക്കുന്നത്. ഓക്കെ. വേറെ വർക്ക് ഒരുപാടുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഇത് തന്നെ ഇനി വർക്ക് കൂടാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓരോ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്ത് അവർക്കൊക്കെ വീഡിയോ നമ്മുടെ പ്രോഡക്റ്റും കണ്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എനിക്ക് ഓർഡർ തരുന്നതെന്നുള്ളത് എനിക്കറിയാം. എന്നാലും അതിൻ്റെ ഇടയിൽ ചെയ്യുന്നൊരു വീഡിയോസാണിത്. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളത് നമ്മൾ വീഡിയോസ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത് ഒന്നും കൂടിയും പറയുകയാണ്, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക, ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ലൈക്ക് കുറവാണ്, 100 കിടക്കണില്ല ലൈക്ക്. വ്യൂസുകൾ 10, 2000, 3000 ഒക്കെ ആവുന്നുണ്ട്. പക്ഷേ ലൈക്ക് 100ന് മുകളിൽ കിടക്കണില്ല. അന്ന് 1-2 പ്രാവശ്യം 100 കിടന്നു, അതിന് ശേഷം കിടക്കണമെന്നില്ല. ഓക്കെ. അപ്പോൾ ഇതിലത്തെ ഏതാ വേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം അയച്ചു തരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 1300 രൂപയാണ്. ഇത് വന്നിരിക്കുന്നത് 650 ഷിപ്പിംഗ് ചാർജ് വരും. ഇതും വന്നിരിക്കുന്നത് 1300 ഇത് ഷിപ്പിംഗ് ചാർജ് വരും. ഇതൊക്കെ 1300 പെടുന്നതാണ് കേട്ടോ. ഷിപ്പിംഗ് ഒക്കെ ഫ്രീ ആയി തരും. 28 ഇഞ്ച് അതായത് 9 പിടിയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ സെൻറ്ററൊക്കെ പണിതിരിക്കുന്നത് 2 ഫ്ലവറാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പണിയുന്നതിൽ എല്ലാത്തിനും 2 ഫ്ലവർ വെക്കാറുണ്ട്. പിന്നെ ഈ നാഗപടത്തിനും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഒരു നാഗപടത്തിൻ്റെ 10 കെട്ട നെക്ലസും ഈ നാഗപടത്തിൻ്റെ നെക്ലസും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ മുത്തിരി എന്ന് പറയും. ഈ ബോൾ വന്നിരിക്കുന്നത് ഇങ്ങനെ വരിക. ഈ മറ്റേ നമ്മൾ 10 കെട്ട നെക്ലസ് ഉണ്ട്, അതിൽ വന്നിരിക്കുക ഈ മുത്തിരി തൊട്ട് മുകളിലാണ് വരിക. പിന്നെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഉള്ളിലാണ് കണ്ണി വരിക, മറ്റേതിൻ്റെ ഫ്ലവറിലല്ല കണ്ണി വരിക. ഈ കട്ട ഈ ഫ്ലവറിൻ്റെ ജോയിൻറ്റ് വരില്ല, അവിടെയാണ് അതിൻ്റെ കണ്ണി വരിക. അത് ഓ ലെവലാണ് കേട്ടോ വരിക. ഇത് പറഞ്ഞാൽ റൗണ്ട് കണ്ണിയാണ് വരിക. അത് ഇങ്ങനത്തെ എനിക്ക് ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് കാശിയാണ് ഇരിക്കുന്നത്. കാശിയുടെ ഈ കട്ടയും കൂടെ കണ്ണി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ. അപ്പോൾ ഇത് ആർക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കാളും വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. അപ്പോൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും മറക്കരുതേ. ഓക്കെ, ബൈ.